ശിശുക്ഷേമ സമിതിയിലെ കുട്ടികളെ പ്രത്യേക മെഡിക്കൽ ടീമിനെ നിയോഗിച്ച് വൈദ്യ പരിശോധന നടത്താൻ തീരുമാനം. ശിശുരോഗ മാനസികാരോഗ്യ വിദഗ്ധർ അടങ്ങിയ ടീമാണ് പരിശോധിക്കുന്നത്. ടീമിനെ നിയോഗിക്കാൻ ആവശ്യപ്പെട്ട് CWC ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കത്തു നൽകും. ആയമാർ കുട്ടിയെ ഉപദ്രവിച്ച സംഭവത്തെ തുടർന്നാണ് തീരുമാനം. ആയമാരെ വിശദമായി ചോദ്യം ചെയ്യുന്നതിനായി മ്യൂസിയം പോലീസ് വഞ്ചൂർ കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകി. വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ഏറെ ചർച്ച ചെയ്ത നമുക്ക് ഏറെ വേദനിപ്പിച്ചൊരു സംഭവമാണ് 2.5 വയസ്സുകാരിയെ ക്രൂരമായി ഈ ആയമാർ പീഡിപ്പിച്ചെന്ന സംഭവം. ഇതേ തുടർന്ന് ഈ കുട്ടികൾ സ്വാഭാവികമായി അവർക്ക് മാനസികമായി വലിയ ആഘാതം ഉണ്ടായി കാണും. ഏത് രീതിയിലായിരിക്കും ഇനി ശിശുക്ഷേമ സമിതിയുടെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ നടപടി ഉണ്ടാവുക? ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി തന്നെയാണ് ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കും അതോടൊപ്പം മ്യൂസിയം പോലീസിനും കഴിഞ്ഞ ദിവസം പരാതി നൽകിയത്. ആ പരാതിന്മേലായിരുന്നു 3 ആയമാരെ ഈ 2.5 വയസ്സുകാരിയെ ക്രൂരമായി ശരീരത്തിൽ പൊള്ളലേൽപ്പിക്കുകയും ഞുള്ളുകയും ഒക്കെ ചെയ്തതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായത്. അതിന് പിന്നാലെയാണ് CWC ഈ വിഷയത്തിൽ ഈ കൃത്യമായി ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് അവിടെ ശിശുരോഗ വിദഗ്ധരെയും മനഃശാസ്ത്ര വിദഗ്ധരെയും ഉൾപ്പെടെ എത്തിച്ച് കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യ തലങ്ങൾ വിശദമായി പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണമാണ് ഒരുക്കുന്നത്. നേരത്തെയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നീക്കവും കൂടി അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. അതോടൊപ്പം ഈ 3 പേരെ, അതായത് കഴിഞ്ഞ ദിവസം 3 ആയമാരെയായിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തത്. അവർ അട്ടക്കുളങ്ങര വനിതാ ജയിലിലാണ് ഇപ്പോഴുള്ളത്. അവരെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി പോലീസ് കസ്റ്റഡി അപേക്ഷ വഞ്ചൂർ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് തുടർന്ന് കോടതിയിൽ നിന്ന് ലഭിക്കുന്ന മറുപടിയുടെ അടിസ്ഥാനത്തിൽ ആയിരിക്കും ഇവരെ വിശദമായി ചോദ്യം ചെയ്യുക. ഇതിനോടകം ഈ കുഞ്ഞിനെ ശരീരത്തിൽ ഞുള്ളി പരിക്കേൽപ്പിച്ചതാണ് ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത്, ഈ ശിശുക്ഷേമ സമിതിയിലെ ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇവർ 3 പേരും ഈ ആയമാർ അറസ്റ്റിലാകുന്നതിന് മുമ്പ് അവരുടെ നഖം വെട്ടിക്കളഞ്ഞു. ഇത് തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയൊരു നീക്കം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. എന്തായാലും വിശദമായ ചോദ്യം ചെയ്യൽ ഈ വിഷയത്തിൽ ആവശ്യമായിട്ടുണ്ട് എന്ന നിലപാടിലാണ് മ്യൂസിയം പോലീസ്. അങ്ങനെ ചോദ്യം ചെയ്താൽ മാത്രമേ മറ്റേതെങ്കിലും കുട്ടികളോട് സമാനമായ വിശദമായ ചോദ്യം ചെയ്യണമെന്ന് പറയുമ്പോൾ ഈ 2.5 വയസ്സുകാരിയെ കൂടാതെ കൂടുതൽ കുട്ടികളെ, മറ്റേതെങ്കിലും കുട്ടികളെ ഇവർ ഉപദ്രവിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ടോ? അത്തരമൊരു പരാതി ഈ ആയമാർക്കെതിരെ ഉണ്ടോ? ഈ കാര്യത്തിൽ ഒരു വ്യക്തത കൈവരേണ്ടതുണ്ട്. ആ വ്യക്തതയ്ക്ക് വേണ്ടി തന്നെയാണ് കൂടുതൽ കുട്ടികളിൽ നിന്ന് ഈ മനഃശാസ്ത്ര വിദഗ്ധരുടെ അടക്കം സഹായത്തോടെ കുട്ടികളുമായി നേരിട്ട് സംസാരിച്ച് ഈ വിഷയങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ അവരുടെ സഹായം കൂടി തേടാനുള്ള ഒരു നീക്കം അത് CWCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അവർ കൈമാറുന്ന വിവരങ്ങൾ അത് മ്യൂസിയം പോലീസിനോട് പങ്കുവെക്കും. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും പോലീസ് ഇവരെ വിശദമായി ചോദ്യം ചെയ്യുക, കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം ചോദ്യം ചെയ്യുക. അങ്ങനെ ചോദ്യം ചെയ്യലിലൂടെ കാര്യങ്ങൾ വ്യക്തത കൈവരുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. എന്തായാലും അവരടക്കം 7 പേരെയാണ് അന്നേ ദിവസം ഡ്യൂട്ടിയിലുണ്ടായത്. 7 പേരെയും പിരിച്ചുവിട്ടിട്ടുണ്ട്. അതിനിടയിലും വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ, യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ ശിശുക്ഷേമ സമിതിയുടെ ആസ്ഥാനത്തേക്ക് നടക്കുന്നുണ്ടായിരുന്നു. നാളെയും സമാനമായ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അതുകൊണ്ട് തന്നെ ശിശുക്ഷേമ സമിതിയും അതോടൊപ്പം തന്നെ അതോടൊപ്പം പോലീസും ഈ വിഷയത്തെ ഗൗരവമായി തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. എന്തായാലും ഇവരെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഈ കാര്യങ്ങൾ സംബന്ധിച്ച മറ്റാർക്കെങ്കിലും സമാനമായ തരത്തിൽ ഇങ്ങനെ ശാരീരികമായ പീഡനം ഈ ആയമാരുടെ ഭാഗത്ത് വ്യക്തമാണ്. ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഈ ആയമാർ മറ്റേതെങ്കിലും കുട്ടികളെ സമാനമായ രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി 3 പേരെയും കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുകയാണ്. അറസ്റ്റിലാകും മുൻപ് 3 ആയമാരും തെളിവ് നശിപ്പിക്കുന്നതിനായി നഖം മുറിച്ചതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്.